ഇ.പി. ജയരാജന്റെ ആത്മകഥാ വിവാദത്തിൽ മേലെടുത്ത കേസിൽ എ.വി. ശ്രീകുമാറിന് മുൻകൂർ ജാമ്യം. ഡി.സി ബുക്സ് മുൻ പബ്ലിക്കേഷൻ മേധാവിയാണ് എ.വി. ശ്രീകുമാർ. എഴുത്തുകാരന്റെ അനുമതിയില്ലാതെയാണ് പുസ്തകത്തിന്റെ ഉള്ളടക്കം പുറത്തുവിട്ടതെന്ന് കോടതി പറയുന്നു. വാർത്ത നൽകിയ മാധ്യമപ്രവർത്തകരെ എങ്ങനെ തെറ്റു പറയാനാകുമെന്നും ഹൈക്കോടതി ആരാഞ്ഞു. കൂടുതൽ വിവരങ്ങളുമായി രേഷ്മ ബാബു ചേർന്നുകൊണ്ട്. രേഷ്മ, കൃത്യമായൊരു നിരീക്ഷണം ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവുകയാണ് ഈ ഒരു കേസിൽ. എന്താണ് മറ്റു വിവരങ്ങൾ? വിഷ്ണു, ഈ ഒരു കേസിൽ, അതായത് ഇ.പി. ജയരാജന്റെ ആത്മകഥാ വിവാദവുമായി ബന്ധപ്പെട്ട് എടുത്തിട്ടുള്ള കേസിലാണ് ഡി.സി ബുക്സിന്റെ മുൻ പബ്ലിക്കേഷൻ മേധാവിയായിട്ടുള്ള എ.വി. ശ്രീകുമാർ ഹൈക്കോടതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷ നൽകിയത്. ഈ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കവെയാണ് ചില വിമർശനങ്ങൾ ഡി.സി ബുക്സിന് നേരെ ഹൈക്കോടതി ഉന്നയിച്ച സാഹചര്യം ഉണ്ടായതും. എന്തായാലും നിലവിൽ എ.വി. ശ്രീകുമാറിന് ഉപാധികളോടുകൂടി ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് മുൻകൂർ ജാമ്യം അനുവദിച്ചിരിക്കുകയാണ്. പക്ഷേ ഈ എഴുത്തുകാരൻ അല്ലെങ്കിൽ ഇ.പി. ജയരാജനെ അപമാനിക്കുന്ന തരത്തിലുള്ള പ്രവൃത്തി ഡി.സി ബുക്സിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായി എന്നുള്ളതാണ് ഹൈക്കോടതിയുടെ കണ്ടെത്തൽ. എഴുത്തുകാരന്റെ അനുമതി ഇല്ലാതെയല്ലേ ആത്മകഥയുടെ തലക്കെട്ട് തയ്യാറാക്കിയതെന്നും ഈ പുസ്തകം പ്രസിദ്ധീകരണത്തിന് നൽകിയതും എന്നുള്ള ഒരു രണ്ട് ചോദ്യങ്ങൾ ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും ഈ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിച്ച സമയത്ത് ഉണ്ടാകുകയും ചെയ്തു. എഴുത്തുകാരനെ മാനസികമായിട്ട് ബുദ്ധിമുട്ടിക്കാനാണ് ഇത്തരത്തിലുള്ള പ്രവൃത്തി ഈ പറയുന്ന ഡി.സി ബുക്സിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത്. എഴുത്തുകാരൻ ഈ ഒരു ഡി.സി ബുക്സിന്റെ പ്രവൃത്തി മൂലം അപമാനിക്കപ്പെട്ടു. വലിയ രീതിയിലുള്ള അപമാനം. ഏകദേശം ഉപതെരഞ്ഞെടുപ്പിന് 2 ദിവസം മുൻപ് ഇത്തരത്തിൽ വിവാദം ഉണ്ടാക്കിക്കൊണ്ട് വലിയൊരു അപമാനം എഴുത്തുകാരനായിട്ടുള്ള ഇ.പി. ജയരാജന് ഉണ്ടാക്കി എന്നുള്ളതാണ് ഹൈക്കോടതി ഈ മുൻകൂർ ജാമ്യാപേക്ഷയിൽ ഉത്തരവ് പുറപ്പെടുവിച്ചുകൊണ്ട് നിരീക്ഷണം നടത്തിയിരിക്കുന്നത്. എന്തായാലും പ്രസിദ്ധീകരിക്കാൻ അനുമതി നൽകാതെ എങ്ങനെയാണ് പുസ്തകം പുറത്തുവിടാനാകുന്നത് എന്നുള്ളൊരു ചോദ്യവും ഹൈക്കോടതി ഉന്നയിക്കുകയും ചെയ്തിരുന്നു. എന്തായാലും ഡി.സി ബുക്സിനും അതിന്റെ എഡിറ്റോറിയൽ ടീമിനും പിഴവ് പറ്റി എന്നുള്ളതാണ് ഹൈക്കോടതിയുടെ കണ്ടെത്തൽ. പക്ഷേ സുപ്രീം കോടതിയുടെ മുൻ ഉത്തരവുകൾ പ്രകാരം മുൻകൂർ ജാമ്യം അനുവദിക്കുന്നു എന്നും ഹൈക്കോടതി പറയുകയും ചെയ്തിട്ടുണ്ട്. അതായത് കുറ്റകൃത്യം സംഭവിച്ചിട്ടുണ്ടെന്ന് പ്രഥമ ദൃഷ്ട്യാ വ്യക്തമാണ്. പക്ഷേ മുൻകൂർ ജാമ്യം അനുവദിക്കുന്നു എന്നാണ് സിംഗിൾ ബെഞ്ച് വ്യക്തമാക്കിയത്. എന്തായാലും എ.വി. ശ്രീകുമാറിന് ഈ കേസിൽ ഇ.പി. ജയരാജനുമായി ബന്ധപ്പെട്ടുള്ള ഈ ആത്മകഥാ വിവാദത്തിന്മേലെടുത്ത കേസിൽ മുൻകൂർ ജാമ്യം ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് ഉപാധികളോടെ അനുവദിച്ചിരിക്കുകയാണ്. ശരി, രേഷ്മയാണ് വിവരങ്ങൾ നൽകിയത്.